ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയ പ്രതിയെ മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തു. ചിറക്കൽ കൊറ്റങ്കോട് റോഡ് ടാറിംഗ് പ്രവൃത്തികൾ പൂർത്തീകരിച്ച് നാടിന് സമർപ്പിച്ചു. കാരമുക്കിലെ പലചരക്ക് കട കുത്തിത്തുറന്ന് മോഷണ ശ്രമം. വാർത്തകൾ വിശദമായി. KTDCയിൽ അസിസ്റ്റന്റ് മാനേജറായി ജോലി നൽകാമെന്ന് വാഗ്ദാനം നൽകി തട്ടിപ്പ് നടത്തിയ കേസിലെ പ്രതി അറസ്റ്റിൽ. മുസ്ലിം ലീഗ് കയ്പമംഗലം മണ്ഡലം സെക്രട്ടറിയായിരുന്ന ശ്രീനാരായണപുരം പുരിബസാർ സ്വദേശി കാട്ടുപറമ്പിൽ ഷാനീറിനെയാണ് മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തത്. ശാന്തിപുരം പള്ളിനട സ്വദേശിയായ നിഹാൻ എന്നയാൾക്ക് KTDCയിൽ അസിസ്റ്റന്റ് മാനേജറായി ജോലി ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് 19 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിലാണ് അറസ്റ്റ്. ജോലി വാഗ്ദാനം നൽകി വാങ്ങിയ തുക തിരികെ കൊടുക്കാതിരിക്കാനായി ചിലരുമായി ഗൂഢാലോചന നടത്തിയ ശേഷം നിഹാനെ ലഹരിമരുന്ന് കേസിൽ പെടുത്തുന്നതിന് പലതവണ ഇയാൾ ശ്രമം നടത്തിയതായും പോലീസ് പറഞ്ഞു. ജോലി വാഗ്ദാനം ചെയ്ത് പ്രതി 4 ഘട്ടങ്ങളിലായി 19 ലക്ഷം രൂപ നിഹാനിന്റെ പിതാവിൽ നിന്നും ഷാനീർ വാങ്ങിയിരുന്നു. മതിലകം ഇൻസ്പെക്ടർ MK ഷാജി, സബ് ഇൻസ്പെക്ടർമാരായ രമ്യ കാർത്തികേയൻ, മുഹമ്മദ് റാഫി, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ തോമസ് എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. വീടിന്റെ മുകളിൽ നിന്ന് തെന്നി വീണ് നിർമ്മാണ തൊഴിലാളി മരിച്ചു. കാരമുക്ക് ITIക്ക് സമീപം 51 വയസ്സുള്ള താണിപ്പാടത്ത് വിനയനാണ് മരിച്ചത്. അന്തിക്കാട് വന്നേരിമുക്കിന് സമീപമുള്ള വീട്ടിൽ ചോർച്ച തടയുന്നതിലുള്ള ഷീറ്റ് വിരിക്കുന്ന ജോലിക്കിടെ സൺഷെയ്ഡിൽ നിന്ന് തെന്നി വീണാണ് അപകടമുണ്ടായത്. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മണലൂർ ഹരിതകർമ്മ സേനാംഗം ശ്രീജ ഭാര്യയാണ്. മക്കൾ ശ്രീജിത്ത്, ശ്രീലക്ഷ്മി, ശ്രീവിദ്യ. കഴിമ്പ്രം ശ്രീനാരായണ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ CHSS ചന്ദ്രാപിന്നിയും വോളിബോൾ അക്കാദമി ചന്ദ്രാപിന്നിയും തമ്മിൽ സൗഹൃദ വോളിബോൾ മത്സരം സംഘടിപ്പിച്ചു. മത്സരത്തിൽ CHSS ചന്ദ്രാപിന്നി വിജയിച്ചു. മത്സരങ്ങൾ ശ്രീനാരായണ വായനശാല സെക്രട്ടറി VC ദിലീപ് ഉദ്ഘാടനം ചെയ്തു. TN സിജിൽ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. MN സുരേഷ്, നിഷ സിജിൽ, ക്ലബ് സെക്രട്ടറി ധനീഷ് മടത്തിപ്പറമ്പിൽ, ഷാൻ KC എന്നിവർ സംസാരിച്ചു. വിജയികൾക്ക് TSGA ട്രഷറർ ദില്ലി രത്നം സമ്മാന വിതരണം നടത്തി. എടത്തിരുത്തി സർദാർ ഗ്രാമീണ വായനശാല വാർഷികാഘോഷവും വയലാർ അവാർഡ് ജേതാവ് അശോകൻ ചെരുവിലിന് സ്വീകരണവും സംഘടിപ്പിച്ചു. ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള അരുണൻ, പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PR നിഖിൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നവമി പ്രസാദ്, സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ അംഗം PN ദേവി പ്രസാദ്, താലൂക്ക് ലൈബ്രറി കൗൺസിൽ അംഗങ്ങളായ KG സുഖദേവ്, KR ഹരി, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ AV സതീഷ്, TK പ്രകാശൻ, PC രാജീവ്, വായനശാല പ്രസിഡന്റ് PC ബാലൻ, സെക്രട്ടറി PR ജോഷി, TN തിലകൻ എന്നിവർ സംസാരിച്ചു. TN സിജിൽ, VA അനിൽകുമാർ, TM സുധീർ, വിജയലക്ഷ്മി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. സമൂഹത്തിൽ അധികരിച്ചു വരുന്ന ജീർണതകൾക്കും അന്ധവിശ്വാസങ്ങൾക്കുമെതിരെ ബോധവൽക്കരണം ശക്തമാക്കണമെന്ന് കേരള നദ്വത്തുൽ മുജാഹിദീൻ കയ്പമംഗലം മണ്ഡലം സമ്മേളനം ആവശ്യപ്പെട്ടു. ചെളിങ്ങാട് ദിയ ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം KNM സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ KA അബ്ദുൽ ഹസീബ് മദനി ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് MB ഷാഹുൽ ഹമീദ് അധ്യക്ഷനായി. ജില്ലാ പ്രസിഡന്റ് PK മുഹമ്മദ്, ISM മണ്ഡലം പ്രസിഡന്റ് അമീർ മിഗ്ദാദ്, MSM മണ്ഡലം പ്രസിഡന്റ് അൻസം ഹനീൻ, മണ്ഡലം സെക്രട്ടറി KA ബഷീർ, ട്രഷറർ PM അബ്ദുൾ റസാഖ് എന്നിവർ സംസാരിച്ചു. KA കബീർ ബുസ്താനി, ഡോക്ടർ മുനീർ മദനി, ജൗഹർ ഐനിക്കോട് എന്നിവർ വിവിധ വിഷയങ്ങൾ അവതരിപ്പിച്ചു. നമ്മുടെ മാതാപിതാക്കൾ, അവരുടെ മാതാപിതാക്കൾ അതിശക്തമായ വെല്ലുവിളികളെ, അതിശക്തമായ ഭീഷണികളെ, അത്യന്തം കഠിനമായ
പരീക്ഷണങ്ങളെ അതിജീവിച്ച് പതിറ്റാണ്ടുകൾ പിന്നിട്ട ഒരു പ്രസ്ഥാനത്തിന്റെ പേരാണ് ഇസ്ലാഹി പ്രസ്ഥാനം. CPM മധുരംപുള്ളി ബ്രാഞ്ച് DYFI AKG യൂണിറ്റ് എന്നിവർ സംയുക്തമായി ഗ്രാമോത്സവം സംഘടിപ്പിച്ചു. മടത്തിക്കുളത്ത് നടന്ന ഗ്രാമോത്സവം CPM ചന്ദ്രാപിനി ലോക്കൽ സെക്രട്ടറി ഷീന വിശ്വൻ ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ MK ഫൽഗുണൻ അധ്യക്ഷനായി. വാർഡ് മെമ്പർ PA ഷമീർ, CDS ചെയർപേഴ്സൺ ശ്രീദേവി ദിനേശ്, DYFI മേഖലാ സെക്രട്ടറി റിജിൻ, ആശാ വർക്കർ സാജിദ അഷ്റഫ്, ലെനിൻ കണ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കായിക പരിപാടികളും അരങ്ങേറി. JCI തൃപ്രയാർ 11 മുതൽ 19 വയസ്സുവരെയുള്ള കുട്ടികൾക്കായി 2 ദിവസത്തെ സമ്മർ ക്യാമ്പ് നടത്തി. 30-ലേറെ കുട്ടികൾ പങ്കെടുത്തു. TS കരീഷ്മ, അഞ്ജലി മനോജ്, അഭിഷേക് പ്രദീപ്, അദ്വൈത് മനോജ് കുന്നത്ത്, അഡ്വക്കേറ്റ് TN സുനിൽകുമാർ, സാനി K ജോസഫ്, അഡ്വക്കേറ്റ് രഗേഷ് ശർമ്മ, പ്രൊഫസർ നിർമ്മല പരമേശ്വരൻ, AA ആന്റണി, അലൻ ആന്റണി, ധന്യ ഷൈൻ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. വാടാനപ്പള്ളി ലയൺസ് ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ പാലക്കാട് അഹല്യ കണ്ണാശുപത്രിയുടെയും ചേറ്റുവ ഫിനിക്സ് മെഡിസിറ്റി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൻ്റെയും സഹകരണത്തോടെ മെഗാ മെഡിക്കൽ ക്യാമ്പ് നടത്തി. വാടാനപ്പള്ളി ലയൺസ് ക്ലബ്ബ് ഹാളിൽ നടത്തിയ ക്യാമ്പ് ലയൺസ് ക്ലബ്ബ് റീജിയൻ ചെയർപേഴ്സൺ MC മദനകുമാർ ഉദ്ഘാടനം ചെയ്തു. വാടാനപ്പള്ളി ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് ജയപ്രകാശ് ചക്കാമഠത്തിൽ അധ്യക്ഷനായി. ഡോക്ടർ അനുരാഗ് നായർ, ഡോക്ടർ ഹാത്തിമ, K അഭിലാഷ്, പ്രതീഷ് എന്നിവർ ക്യാമ്പിനെക്കുറിച്ച് വിശദീകരിച്ചു. ലയൺസ് സോൺ ചെയർപേഴ്സൺ TS ഉണ്ണികൃഷ്ണൻ, ഏരിയ ചെയർപേഴ്സൺ അമൃത ജയപ്രകാശ്, വൈസ് പ്രസിഡന്റ് KS സിൻകുമാർ, പ്രോഗ്രാം കോർഡിനേറ്റർ CS ദേവരാജ് എന്നിവർ സംസാരിച്ചു. ക്യാമ്പിൽ സൗജന്യ രോഗപരിശോധന, നേത്രപരിശോധന, തിമിര ശസ്ത്രക്രിയാ നിർണയം, സൗജന്യ മരുന്ന് വിതരണം എന്നിവയും ഉണ്ടായിരുന്നു. ഡോക്ടർമാരായ അനുരാഗ് നായർ, സുജാത M, ജസീല അഷ്റഫ്, ഫാത്തിമ എന്നിവർ രോഗികളെ പരിശോധിച്ചു. സെക്രട്ടറി KK മധുരൻ, ക്ലബ് മെമ്പർമാരായ KP പ്രവീൺജിത്ത്, KK ഗോപി, PB സുനിൽകുമാർ, രഞ്ജിത്ത് വാസുദേവൻ, CB സുനിൽകുമാർ, MV ബാലകൃഷ്ണൻ, MV ബിജിത്ത്, KS സുശീൽകുമാർ, KR രാജേഷ്, മോഹൻ റോയ്, CM സുധീഷ് കുമാർ, KG ഷാജി, PJ ബിനീഷ്, ഡോക്ടർ രാജഗോപാൽ, റെലീഷ് രവീന്ദ്രൻ, അഡ്വക്കേറ്റ് സുരേഷ് ബാബു, മൃദുൽ രാഗ്, സുഭാഷ് ചന്ദ്രൻ, M ഭരതൻ, OM ബിജു, ലിയോ പ്രയാഗ, ജയപ്രകാശ് എന്നിവർ നേതൃത്വം നൽകി. നമ്മുടെ ക്യാമ്പിലെത്തി എന്നത് തന്നെ ഏറ്റവും പ്രശംസനീയമാണ്. വാടാനപ്പള്ളി ലയൺസ് ക്ലബിന്റെ ഈ വർഷത്തെ 2ാമത്തെ മെഗാ മെഡിക്കൽ ക്യാമ്പാണ് ഇന്നിവിടെ നടക്കുന്നത്. ഇതിനെത്തിയിട്ടുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും വാടാനപ്പള്ളി ക്ലബിന്റെ പേരിലും ഈ റീജിയണൽ ചെയർപേഴ്സന്റെ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. വാടാനപ്പള്ളി ലയൺസ് ക്ലബിനെ പറ്റി പറയുകയാണ്, വളരെയധികം പറയാനുണ്ട്. അതുപോലെ ഈ പ്രോഗ്രാമിന് നമുക്ക് സഹായം ചെയ്തു ഇടവേള. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ 22 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്ത സുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമാണ് നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES. Affiliated to Calicut University, approved by Government of Kerala and AICTE. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ BCom കോഓപ്പറേഷൻ, BCom ഫിനാൻസ്, BBA, BCA എന്നീ കോഴ്സുകൾക്ക് പുറമെ ഈ അധ്യയന വർഷം മുതൽ PG കോഴ്സായ MCom NES കോളേജിൽ ആരംഭിക്കുന്നു. കുട്ടികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ.
Geeta Ravi Public School, the joy of learning. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകളിലേക്ക് തിരിച്ചു വരാം. കാരമുക്കിലെ പലചരക്ക് കടയിൽ മോഷണ ശ്രമം. കാരമുക്ക് ഓയിൽ മില്ലിന് എതിർവശത്തെ പള്ളിക്കുന്നത്ത് ബേബിയുടെ വീടിനോട് ചേർന്നുള്ള പലചരക്ക് കടയിലാണ് മോഷണ ശ്രമം നടന്നത്. കടയുടെ മുൻവശത്തെ വാതിൽ തുറന്നു കിടക്കുന്ന നിലയിൽ കണ്ടതിനെ തുടർന്നുള്ള അന്വേഷണത്തിലാണ് മോഷണ ശ്രമം നടന്നതായി കണ്ടെത്തിയത്. കടയുടെ പിൻവശത്തെ വാതിൽ പൂട്ട് കമ്പിപ്പാര ഉപയോഗിച്ച് തകർക്കാൻ ശ്രമിച്ച നിലയിലാണ്. കമ്പിപ്പാരയും മറ്റ് പണി ആയുധങ്ങളും കടയുടെ സമീപത്തു നിന്നും കണ്ടെടുത്തു. നഷ്ടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. അന്തിക്കാട് സ്റ്റേഷനിൽ അറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തിയിരുന്നു. സമീപത്തെ പൂത്തൃക്കോവ് നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ 4 തവണയും ഈ സമാന രീതിയിലുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചാണ് ഭണ്ഡാരങ്ങളുടെ പൂട്ട് തകർത്ത് മോഷണം നടത്തിയത്. പിന്നാലെയാണ് പലചരക്ക് കടയിൽ മോഷണ ശ്രമം നടന്നത്. മണലൂരിലെ വിവിധ പ്രദേശങ്ങളിൽ മോഷണം തുടർക്കഥയായിട്ടും അധികാരികൾ ഇരുട്ടിൽ തപ്പുകയാണെന്ന് നാട്ടുകാർ ആരോപിച്ചു. പുലർച്ചെയാണ് സംഭവിച്ചിട്ടുള്ളത്. ഫ്രണ്ടിലത്തെ വാതിൽ ലോക്ക് പൊളിച്ചു, സൈഡിലത്തെ ലോക്ക് പൊളിച്ചു. കാരമുക്ക് താമരപ്പള്ളി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് കലാസന്ധ്യ നടത്തി. കേന്ദ്രീയ സംസ്കൃത സർവകലാശാല റിട്ടയർഡ് പ്രൊഫസർ ഡോക്ടർ സി ശാന്ത പ്രഭാഷണവും തുടർന്ന് ഇരിങ്ങാലക്കുട അമ്മന്നൂർ രജനീഷ് ചാക്യാർ അവതരിപ്പിച്ച പാഞ്ചാലി സ്വയംവരം ചാക്യാർ കൂത്തും അരങ്ങേറി. സമയത്തിന്റെ അഭാവം കൊണ്ട് അതൊന്നും പറയുന്നില്ല എന്നേയുള്ളൂ. നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ. ഗോവിന്ദൻ ഗാം വിന്ദതി ഇതി ഗോവിന്ദ. പർവ്വതത്തെ പൊക്കി ആ പ്രദേശവാസികളെ മുഴുവൻ രക്ഷിച്ചവൻ ഗോവിന്ദൻ. ഗാം വിന്ദതി, ഗൗഹു എന്ന പദത്തിന് 21 അർത്ഥമുണ്ട് എന്നാ പറയുക. ഭൂമി എന്ന അർത്ഥമുണ്ട്. ഗോക്കളെ പാലിക്കുന്നവൻ, ഭൂമിയെ പാലിക്കുന്നവൻ. നമ്മളെയൊക്കെ സംരക്ഷിക്കുന്നത് ആരാണ്? മഹാവിഷ്ണുവാണ്. ഛന്നന്മാരായിട്ടു താമസിക്കുന്ന കാലത്ത് അവിടെ വന്നിരിക്കുന്ന ചില വഴിപ്പോക്കന്മാര് പറഞ്ഞ് പാഞ്ചാലി സ്വയംവര വൃത്താന്തത്തെ കുറിച്ചു കേട്ട് അവരോടൊന്നിച്ച് പാഞ്ചാല മഹാരാജാവിന്റെ രാജധാനിയിലേക്ക് പുറപ്പെട്ട് ഓരോരോ പ്രദേശങ്ങൾ സഞ്ചരിച്ച് പ്രഭാതമായപ്പോഴേക്കും പാഞ്ചാല മഹാരാജാവിന്റെ രാജധാനിയിൽ എത്തിച്ചേർന്ന സമയത്തിങ്കൽ ചൂലൂർ യോഗിനിമാതാ സേവാ കേന്ദ്രത്തിൻ്റെ 6ാമത് സംരംഭമായ ഡോക്ടർ APJ അബ്ദുൽ കലാം റീഡിംഗ് ആൻഡ് റഫറൻസ് ലൈബ്രറിയുടെ ഉദ്ഘാടന കർമ്മം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നിർവഹിച്ചു. യോഗിനിമാതാ സേവാ കേന്ദ്രം സെക്രട്ടറി PR രവി അധ്യക്ഷനായി. APJ അബ്ദുൽ കലാം ലൈബ്രറി ചെയർമാൻ NS അജിത് നടുപ്പറമ്പിൽ, ജയസൂര്യ, KG അച്യുതൻ മാസ്റ്റർ, സ്വാമി തേജസ്വരൂപാനന്ദ സരസ്വതി, കാനാടിക്കാവ് മഠാധിപതി ഡോക്ടർ വിഷ്ണു ഭാരതീയ സ്വാമി, ചൂലൂർ ജുമാ മസ്ജിദ് സെക്രട്ടറി ഇസ്മയിൽ വലിയകത്ത് എന്നിവർ സംസാരിച്ചു. പ്രദീപ് അരയമ്പറമ്പിൽ, NS അജിത്, നൌഷാദ് കുഴിക്കണ്ടത്തിൽ, ദിനേശ് അരയമ്പറമ്പിൽ, സലീം വലിയകത്ത്, പ്രേമ സജീവ് എന്നിവർ ചേർന്ന് ധനസമർപ്പണവും നടത്തി. ഉദ്ഘാടനത്തിന് ശേഷം സുരേഷ് ഗോപിയെ ചൂലൂർ ബാലികാ സദനത്തിൽ പ്രസിഡന്റ് NS സജീവൻ സ്വീകരിച്ചു. തുടർന്ന് ബാലികാ സദനത്തിലെ അമ്മമാരുടെയും കുട്ടികളോടൊപ്പവും കൂടിയിരുന്ന് ഭക്ഷണവും കഴിച്ചു. ശ്രീഭദ്ര ഐനിച്ചോട് കൈകൊട്ടിക്കളി സംഘത്തിലെ വിജയികളായ കുട്ടികൾക്ക് ഉപഹാരവും സുരേഷ് ഗോപി നൽകി. സ്നേഹമുള്ള ഒരു മനസ്സുണ്ടാവണം, ദൈവമുള്ള മനസ്സുണ്ടാവണം, ദാനധർമ്മങ്ങൾ ചെയ്യണം. കണ്ടറിഞ്ഞ് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കും വിഷമങ്ങൾ അനുഭവിക്കുന്നവർക്കും കണ്ടറിഞ്ഞ് ദാനധർമ്മങ്ങൾ ചെയ്യണം. തപസ് എന്ന് പറഞ്ഞാൽ ഈശ്വരാരാധന, ഈശ്വര പ്രാർത്ഥന ചെയ്യണം. അതാണ് ഈ 4 ധർമ്മങ്ങളാണ് മനുഷ്യൻ ആചരിക്കുന്നത്. മാതൃദേവോ ഭവ
മെയ് 20 നടക്കുന്ന ദേശീയ പണിമുടക്ക് വിജയിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി സംയുക്ത ട്രേഡ് യൂണിയൻ വലപ്പാട് പഞ്ചായത്ത് കൺവെൻഷൻ എടമുട്ടം ഹൗസിംഗ് സൊസൈറ്റി ഹാളിൽ നടന്നു. CATU നാട്ടിക ഏരിയ സെക്രട്ടറി TS മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു. AITUC നാട്ടിക മണ്ഡലം ട്രഷറർ രാജൻ പട്ടാട്ട് അധ്യക്ഷനായി. CATU മത്സ്യത്തൊഴിലാളി യൂണിയൻ ജില്ലാ പ്രസിഡന്റ് PA രാംദാസ്, AG സുഭാഷ്, ശശികല ശ്രീവത്സൻ, PS ഷജിത്, BR മോഹൻദാസ്, കണ്ണൻ പള്ളിത്തറ എന്നിവർ സംസാരിച്ചു. ലഹരിക്കെതിരെയുള്ള ക്യാമ്പയിൻ്റെ ഭാഗമായി ഏങ്ങല്ലൂർ ജവഹർ ബാൽ മഞ്ച് വിദ്യാർത്ഥികൾക്കായി ചിത്രരചനാ മത്സരങ്ങൾ സംഘടിപ്പിച്ചു. ഏങ്ങല്ലൂർ മണ്ഡലം കോൺഗ്രസ് ഓഫീസിൽ നടന്ന മത്സരങ്ങൾ ജവഹർ ബാൽ മഞ്ച് സംസ്ഥാന ചെയർമാൻ സുരേഷ് കരുൺ ഉദ്ഘാടനം ചെയ്തു. ഏങ്ങല്ലൂർ ബാൽ മഞ്ച് ചെയർമാൻ OK പ്രൈസൻ അധ്യക്ഷനായി. DCC മെമ്പർ ഇർഷാദ് K ചേറ്റുവ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ കാര്യാട്ട്, വാർഡ് മെമ്പർ ഉഷ പുരുഷോത്തമൻ, ബ്ലോക്ക് ജനറൽ സെക്രട്ടറിമാരായ ഹുസൈൻ, അക്ബർ ചേറ്റുവ, ഘോഷ് തുഷാര, പ്രവാസി മണ്ഡലം പ്രസിഡന്റ് ഫാറൂഖ് യാർത്തിങ്കൽ, ശിവകുമാർ, വസന്ത് ചാണാശ്ശേരി, KD ശ്രീരാഗ് തുടങ്ങിയവർ സംസാരിച്ചു. ചിത്രരചനാ മത്സരങ്ങളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഗൗരി നന്ദനയും ഹൈസ്കൂൾ വിഭാഗത്തിൽ ഹൃദു ഷാജു കാണത്ത്, പ്രണവ്, ദേവിക സഞ്ജീവ് എന്നിവർ വിജയികളായി. UP വിഭാഗത്തിൽ തരുണ്യ രാജ്, ആത്മിക സിലേഷ്, അമൽ ബഷീർ, ഹൃദുനന്ദ എന്നിവരും LP വിഭാഗത്തിൽ ത്രിപദ്, സബിൻ ദേവ്, ശ്രാവണി ഷിനോദ് എന്നിവരും വിജയിച്ചു. കെട്ടിട നിർമ്മാണ യൂണിയൻ CATU മണലൂർ ഏരിയ സമ്മേളനം നടത്തി. യൂണിയൻ ജില്ലാ സെക്രട്ടറി ഉല്ലാസ് കളക്കാട്ട് ഉദ്ഘാടനം ചെയ്തു. KK ശശിധരൻ അധ്യക്ഷനായി. CPM ഏരിയ സെക്രട്ടറി PA രമേശൻ, CATU ഏരിയ സെക്രട്ടറി VG സുബ്രഹ്മണ്യൻ, ജില്ലാ കമ്മിറ്റി അംഗം VR ബിജു, K രാഗേഷ്, KR ബാബുരാജ് എന്നിവർ സംസാരിച്ചു. പ്രസിഡന്റായി VK വേലായുധൻകുട്ടി, സെക്രട്ടറിയായി KK ശശിധരൻ, ട്രഷററായി EV പ്രബീഷ്, വൈസ് പ്രസിഡന്റുമാരായി PG ശ്രീജിത്ത്, KS വിവേക്, അജിത അശോകൻ എന്നിവരെയും ജോയിന്റ് സെക്രട്ടറിമാരായി CA രാജേഷ്, TV മനോഹരൻ, ശ്രീമതി എന്നിവരെയും തെരഞ്ഞെടുത്തു. ഓട്ടൻതുള്ളൽ ഉപജ്ഞാതാവ് കലക്കത്ത് കുഞ്ചൻ നമ്പ്യാരുടെ ഓർമ്മദിനം മണലൂർ തുള്ളൽ കളരിയിൽ ആചരിച്ചു. മണലൂർ MLA മുരളി പെരുന്നെല്ലി ദീപം തെളിയിച്ച് പുഷ്പാർച്ചന നടത്തി. സ്കൂളിൽ പോകുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ആക്ഷേപ നർമ്മത്തിൽ പൊതിഞ്ഞ ആക്ഷേപഹാസ്യങ്ങൾ കൊണ്ട് നിരവധി സംഭവങ്ങളെ നമ്മുടെ മുന്നിൽ കൊണ്ടുവരുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. അദ്ദേഹത്തിൻ്റെ നിരവധി നമുക്ക് പ്രസിദ്ധമായ ഇതാണ്. എംബ്രാനൽപ്പം കത്തും വിധിച്ച പ്രവാസികളൊക്കെ കത്തും എന്ന് പറയുന്നത് ഈ ആക്ഷേപഹാസ്യത്തിൽ പോയൊരു വാദം തന്നെ. അദ്ദേഹത്തിൻ്റെ നിരവധി കൃതികളുടെ വരികൾ സിനിമകളിൽ അല്ലെങ്കിൽ നമ്മുടെ സ്വാഭാവികമായി തന്നെയുള്ള നമ്മുടെ സംഭാഷണങ്ങളിലൊക്കെ കടന്നു വരുന്ന ഇതാണ് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അതിൻ്റെ വിശദാംശം ഞാൻ പോകുന്നില്ല. അപ്പോൾ ആ പ്രാചീന കവിത്രയങ്ങളിലെ ശ്രദ്ധേയനായിട്ടുള്ള കുഞ്ചൻ നമ്പ്യാരുടെ അദ്ദേഹം തുള്ളൽ കൃതികളുടെ പ്രസ്ഥാനത്തിൻ്റെ തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ സൃഷ്ടാവ് കൂടിയാണ്. വാർഡ് മെമ്പർ രാകേഷ് കണിയാമ്പറമ്പിൽ മുഖ്യപ്രഭാഷണം നടത്തി. ബബിൽനാഥ് മണലൂർ കുട്ടികൾക്ക് ലഹരിവിരുദ്ധ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. തുടർന്ന് അവന്യ കിരാതം ഓട്ടംതുള്ളൽ അവതരിപ്പിച്ചു. കളരിപ്പയറ്റ് പ്രദർശനവും അരങ്ങേറി. തുള്ളൽ കളരിയിലെ പ്രധാന അധ്യാപകൻ മണലൂർ ഗോപിനാഥ് കുഞ്ചൻ നമ്പ്യാർ ചരിത്ര പഠന ക്ലാസും നടത്തി. കേരളത്തിലെ താമസക്കാരായ പാകിസ്ഥാനികളെ പുറത്താക്കാൻ നടപടിയെടുക്കാത്ത കേരള സർക്കാരിനെതിരെ BJP തൃശൂർ സിറ്റി ജില്ലയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. തൃപ്പയാർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന ധർണ BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഒരു ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. 166 പേരെ കൊന്ന കസബിനെ നേരിട്ട് പിടിച്ചിട്ടും അന്നത്തെ പ്രധാനമന്ത്രി നട്ടെല്ല് വളഞ്ഞു നിന്ന പ്രധാനമന്ത്രി പാകിസ്ഥാനോട് നേരിട്ടൊന്നും ചെയ്തില്ല. പാകിസ്ഥാനോട് നേരിട്ട് യുദ്ധം ചെയ്യാൻ തയ്യാറായില്ല. പാകിസ്ഥാനെ പാഠം പഠിപ്പിക്കുമെന്ന് പറയാൻ തയ്യാറായില്ല. പക്ഷെ പാകിസ്ഥാനിലെ അസിം മുനീർ, പാകിസ്ഥാനിലെ സർവ്വ സൈന്യാധിപൻ അസിം മുനീർ ഒരു കാര്യം മനസ്സിലാക്കിക്കോളെ,
അന്ന് ബോംബെയിലെ 166 പേരെ കൊന്ന സമയത്തെ പ്രധാനമന്ത്രിയല്ല ഇന്നത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി. അസീം മുനീർ എവിടെ പോയി വിളിച്ചാലും ശരി, അസീം മുനീർ എവിടെ പോയി വിളിച്ചാലും ശരി, അവന്റെ ഭാര്യ മക്കളെയൊക്കെ പറഞ്ഞയച്ചു ബ്രിട്ടനിലേക്ക്. എന്നിട്ട് ഇപ്പൊ അസീം മുനീർ ഇങ്ങനെ തപ്പി നടക്കുകയാണ്, ഒളിത്താവളങ്ങൾ തപ്പി നടക്കുക. നീ എവിടെ പോയി വിളിച്ചാലും ശരി, നിന്റെ മൂട്ടില് തീ കൊടുത്താതെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രധാനമന്ത്രിക്ക് ഉറക്കമില്ല, ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് സംശയമൊന്നുമില്ല. സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി AR അജി ഘോഷ്, സെക്രട്ടറി EP ഹരീഷ്, സുധീഷ് മേനോത്തുപറമ്പിൽ, പ്രിൻഡു മഹാദേവൻ, സബീഷ് മരുതയൂർ, സജിനി മുരളി, റീസൻ ചെവിടൻ എന്നിവർ സംസാരിച്ചു. പഹൽഗാമിൽ ക്രൂരമായി നരഹത്യ നടത്തിയ പാകിസ്ഥാൻ തീവ്രവാദികളെ ദേശസ്നേഹികൾ ഒരേ സ്വരത്തിൽ അപലപിക്കുമ്പോൾ തീവ്രവാദികളുടെ കിരാത പ്രവൃത്തിക്ക് ന്യായീകരണം കണ്ടെത്തുകയാണ് കോൺഗ്രസും CPM-ഉം ചെയ്യുന്നതെന്ന് അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ ചൂണ്ടിക്കാട്ടി. ഇടവേള. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്, ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. വാർത്തയിലേക്ക് തിരിച്ചു വരാം. നാട്ടിക SN ട്രസ്റ്റ് സ്കൂളിലെ സിൽവർ ജൂബിലി കെട്ടിടം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഉദ്ഘാടനം ചെയ്തു. PK പ്രസന്നൻ അധ്യക്ഷനായി. SN ട്രസ്റ്റ് ജനറൽ സെക്രട്ടറിയായി 3 പതിറ്റാണ്ട് നേതൃത്വം നൽകിയ വെള്ളാപ്പള്ളി നടേശനെ ചടങ്ങിൽ ആദരിച്ചു. വേദിയിൽ വെച്ച് അവശരായ കിടപ്പ് രോഗികൾക്ക് വീൽചെയർ, എയർബെഡ്, കട്ടിൽ തുടങ്ങിയ മെഡിക്കൽ ഉപകരണങ്ങൾ വിതരണം ചെയ്തു. യോഗത്തിൽ RDC പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തഷ്നാത്ത്, എഡ്യൂക്കേഷൻ സെക്രട്ടറി EG ബാബു, പ്രിൻസിപ്പാൾ ജയാബിനി, പ്രധാനാധ്യാപിക മിനിജ, PTA പ്രസിഡന്റ് PSP നസീർ, വാർഡ് മെമ്പർ ഗിരീഷ്മ സുകലേഷ്, വികസന സമിതി ചെയർമാൻ CS മണികണ്ഠൻ, NSS പ്രോഗ്രാം കോർഡിനേറ്റർ ശലഭ ജ്യോതിഷ്, സ്റ്റാഫ് സെക്രട്ടറി നവീൻ ഭാസ്കർ, രഘുമാഷ്, ബബിൽ മാഷ് തുടങ്ങിയവർ സംസാരിച്ചു. പല കാരണങ്ങളും ഞങ്ങളുടേതായ മാനേജർ എന്ന നിലയിൽ എൻ്റെ ദൃഷ്ടി ഇവിടെ വേണ്ടത്ര പതിക്കുന്നില്ല എങ്കിൽ പോലും ഇവിടെ എല്ലാ വിവരങ്ങളെല്ലാം സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ വിവരങ്ങളും തന്നെ ബാബുവാണ് എല്ലാം എന്ന് പറയുന്നുണ്ട്. ബാബു സാറ് നിങ്ങൾ ഓരോ അധ്യാപകരെ പറ്റി പറയാറുണ്ട്, അനധ്യാപകരുടെ സ്വഭാവം പറയാറുണ്ട്, പ്രകൃതിയായി വരുന്നവരെ പറയാറുണ്ട്, വരാത്തവരെ പറയാറുണ്ട്, ലീവെടുത്ത് പോകുന്നവരെ പറ്റി പറയാറുണ്ട്, അനാവശ്യമായി ലീവെടുത്ത് പോകുന്നവരെ പറയാറുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നവരെ പറ്റി പറയാറുണ്ട്. ഇങ്ങനെ എല്ലാ വിവരങ്ങളും ഞാൻ അന്നെല്ലാം കേരളത്തിൽ ഇവിടെ നല്ല എല്ലാത്തിലും ഞാൻ പഠിക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ എന്നെ അവർ പറഞ്ഞ് മനസ്സിലാക്കി എവിടെ നിന്നാലും എന്നെ അവല്ല ഫോൺ ചെയ്ത് എന്നെ അറിയിക്കും. അതുകൊണ്ട് ഇതിൻ്റെ വികസനത്തിൻ്റെയും വളർച്ചയുടെയും തളർച്ചയുടെയും എല്ലാ വിവരങ്ങളിലേക്ക് വരുമ്പോൾ എവിടെയെല്ലാം കുഴപ്പങ്ങളും അല്ല നന്മകളും ഉണ്ട് എന്ന് കേരളത്തിലുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ പറ്റി. പക്ഷെ ഇവിടെ ഒരു പ്രത്യേകത, വലിയ ജീവകാരുണ്യ പ്രവർത്തനം ഇവിടെ നടത്തിയത് NSS-ഉം അധ്യാപകരും എല്ലാം കൂടെ ചേർന്നുണ്ട്. അധ്യാപകർക്ക് ഉണ്ട്, എല്ലാവരും ചേർന്നുകൊണ്ട് കണക്കണിൽപ്പെട്ട ഒരു കുടുംബത്തെ രക്ഷിക്കാൻ. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് 20-ാം വാർഡ് മെമ്പർ വൈശാഖ് വേണുഗോപാലിന്റെ മെമ്പർ കെയർ പദ്ധതിയുടെ ഭാഗമായുള്ള ഹെൽപ്പ് ലൈൻ കാർഡ് വിതരണവും രക്തദാന സേനയുടെ ഉദ്ഘാടനവും മുൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശോഭ സുബിൻ നിർവഹിച്ചു.
വലപ്പാട് ഗ്രാമപഞ്ചായത്ത് 20-ാം വാർഡ് മെമ്പർ വൈശാഖ് വേണുഗോപാൽ അധ്യക്ഷനായി. എമർജൻസി സന്ദർഭങ്ങളിൽ ആവശ്യമായി വരുന്ന ആംബുലൻസുകൾ, പോലീസ് സ്റ്റേഷൻ തുടങ്ങിയവയുടെ നമ്പറുകളും പ്രദേശത്തെ രക്തദാനത്തിന് സന്നദ്ധരായ യുവാക്കളുടെ വിവരങ്ങളും അടങ്ങിയ ഹെൽപ്പ് ലൈൻ കാർഡാണ് മെമ്പർ കെയറിലൂടെ വിതരണം ചെയ്യുന്നത്. രക്തം അത്യാവശ്യമായി വരുന്ന ആളുകൾക്ക് ദാതാക്കളെ നേരിട്ട് ബന്ധപ്പെടാനുള്ള സംവിധാനമാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. വലപ്പാട് സ്റ്റാർ ഹോംസ് ഗ്രൂപ്പിന്റെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഹെൽപ്പ് ലൈൻ കാർഡ് നൽകിക്കൊണ്ടുള്ള ഉദ്ഘാടന പരിപാടിയിൽ PS സന്തോഷ് മാസ്റ്റർ, ബാബു കുന്നുങ്ങൽ, ബിജോയ് കളരിക്കൽ, മഞ്ജു ബാബു, മനോഹരൻ തൈക്കാട്ട് എന്നിവർ സംസാരിച്ചു. നിങ്ങൾ ജയിപ്പിച്ചു വിട്ട ചെറുപ്പക്കാരൻ വെറുതെ ആയില്ല, വെറുതെ ഒരു മെമ്പർ ആയില്ല. കൃത്യമായിട്ട് വർക്കൗട്ട് ചെയ്യുന്ന, കൃത്യമായി പ്രവർത്തിക്കുന്ന, നിങ്ങൾക്കൊക്കെ ഏറെ സുപരിചിതനായിട്ടുള്ള വ്യക്തിയാണെങ്കിൽ കൂടി എല്ലാ കാര്യത്തിലും ഓടിയെത്തുന്ന ഒരാളാണെന്ന് വളരെ സന്തോഷകരമാണ്. ഒരുപാട് കാര്യങ്ങൾ മെമ്പർ കെയർ പദ്ധതിയിലൂടെ ചെയ്തിട്ടുണ്ട്. അവസാനമായിട്ട് നമ്മുടെ ബസ് സ്റ്റോപ്പ് എത്രയോ ആളുകൾ ജയിച്ചു പോയിട്ടുണ്ട്, എത്രയോ ആളുകൾ വന്നിട്ടുണ്ട്. ഞാൻ രാഷ്ട്രീയം എന്നല്ല പറഞ്ഞു, എത്രയോ ആളുകൾ രാഷ്ട്രീയപരമായിട്ടും രാഷ്ട്രീയപരമല്ലാതെയും ജയിച്ചു പോയിട്ടുണ്ട്. പക്ഷേ വൈശാഖ് വന്നപ്പോൾ അതിൽ വലിയ മാറ്റങ്ങളുണ്ട്. താന്യം ഗ്രാമപഞ്ചായത്തിലെ കുളമ്പ് രോഗം പ്രതിരോധ കുത്തിവയ്പ് 6ാം ഘട്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭ സുരേഷ് ഉദ്ഘാടനം ചെയ്തു. വെറ്റിനറി സർജൻ ഡോക്ടർ TS ആര്യ, ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ രമ്യ T രാജ്, മൃഗാശുപത്രി ജീവനക്കാരായ TI അലീഷ എന്നിവർ പങ്കെടുത്തു. 4 മാസം മുതൽ പ്രായമുള്ള എല്ലാ ഉരുക്കളെയും കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ്പിന് വിധേയമാക്കണമെന്ന് വെറ്റിനറി സർജൻ അറിയിച്ചു. 12 വർഷങ്ങളോളം അറ്റകുറ്റപ്പണികൾ പോലുമില്ലാതെ കുഴികൾ നിറഞ്ഞു കിടന്നിരുന്ന ഇറിഗേഷൻ വകുപ്പിന് കീഴിലുള്ള ചിറക്കൽ കൊറ്റങ്കോട് റോഡ് ടാറിംഗ് പ്രവൃത്തികൾ പൂർത്തീകരിച്ച് നാടിന് സമർപ്പിച്ചു. CC മുകുന്ദൻ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 30 ലക്ഷം രൂപ ചെലവഴിച്ചാണ് അഡീഷണൽ ഇറിഗേഷൻ വകുപ്പ് ഈ റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. ഇറിഗേഷൻ വകുപ്പിന്റെ ആസ്തിയിൽ ഉൾപ്പെട്ട റോഡായതിനാൽ അറ്റകുറ്റപ്പണികൾക്ക് പോലും പൊതുമരാമത്ത് വകുപ്പ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഫണ്ടുകൾ ലഭിക്കാത്ത സാങ്കേതിക പ്രശ്നങ്ങൾ വർഷങ്ങളായി നിലനിന്നിരുന്നു. റോഡിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്കായി ജനകീയ സമരസമിതിയും ജനപ്രതിനിധികളും ഇറിഗേഷൻ വകുപ്പുമായും മന്ത്രിയുടെ ഓഫീസുമായും പലതവണ ഇടപെട്ടിട്ടും ഫണ്ട് ലഭിച്ചിരുന്നില്ല. CC മുകുന്ദൻ MLAയുടെ സർക്കാരിൽ നിന്നുള്ള പ്രത്യേക ഇടപെടലിലാണ് ആസ്തി വികസന ഫണ്ട് 30 ലക്ഷം ഉപയോഗിക്കാൻ അനുമതി ലഭിച്ചത്. പ്രവൃത്തിക്ക് ഭരണാനുമതി ലഭിച്ച് വേഗത്തിൽ തന്നെ ഇറിഗേഷൻ വകുപ്പ് പ്രവൃത്തികൾ പൂർത്തീകരിച്ചു. റോഡിന്റെ ഉദ്ഘാടനം CC മുകുന്ദൻ MLA നിർവഹിച്ചു. ചാടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KS മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ചിറക്കൽ കൊറ്റങ്കോട് റോഡ് വികസന സമിതി ചെയർമാൻ PS നജീബ്, കൺവീനർ ഷാജി കളരിക്കൽ, വൈസ് ചെയർമാൻ ഗിരിജൻ പയനാട്ട് എന്നിവർ ചേർന്ന് MLAയെ ആദരിച്ചു. നാട്ടിലെ ജനങ്ങളുടെ താല്പര്യം ഒരു വാക്കുപോലും തെറ്റിക്കാതെ പരിപൂർണമായി നടപ്പാക്കാൻ കഴിഞ്ഞു എന്നുള്ള ആത്മസന്തോഷമാണ് എൻ്റെ മനസ്സിലുള്ളത്. ഈ റോഡിന് ആദ്യം ആയിട്ടല്ല പൈസ തരുന്നത്. മുമ്പ് നമ്മുടെ പാലം അങ്ങോട്ട് കടന്നു പോകണമെങ്കിൽ പൈസ അവിടെ കടന്നു പോകുന്ന കുഴിയും കുന്നൊക്കെ ആയിരുന്നു. അതൊരു പറയുന്നില്ല. അവിടെയും 15 ലക്ഷം കൊടുക്കുകയുണ്ടായി. അപ്പോൾ 50 ലക്ഷം രൂപയുടെ അടുത്ത് സംഖ്യ നമ്മുടെ റോഡിന് മാത്രമായി നമ്മൾ സംഭാവന ലഭിക്കുകയാണ്. എന്നതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആരൊക്കെ എവിടെയൊക്കെ ജയിച്ചു വന്നാലും ജനങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ. കാരണം ഇത് രാഷ്ട്രീയം നടത്താൻ പാടില്ല. CPI താന്യം തെക്ക് ലോക്കൽ സമ്മേളനം പെരുങ്ങോട്ടുകരയിൽ നടത്തി. പ്രതിനിധി സമ്മേളനം CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം EM സതീശൻ ഉദ്ഘാടനം ചെയ്തു. ഒരു പാർട്ടിയായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറാൻ കാരണം പണിയെടുക്കുന്നവർ ലോകത്തെല്ലാം ഉണ്ട് എന്നുള്ളതാണ്. പണിയെടുക്കുന്ന മനുഷ്യന്മാരുടെ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അധ്വാനിക്കുന്നവരുടെ രാഷ്ട്രീയ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അതെന്തിനാണ് ആ പാർട്ടി രൂപീകരിച്ചത് എന്നുള്ളത് പല ക്ലാസ്സുകളിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഈ സർവ്വദേശീയത, തൊഴിലാളി വർഗ സർവ്വദേശീയത എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖമുദ്രയായി മാറിയത് എന്നും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതിന് പ്രത്യേകിച്ച് സംസ്കൃതമൊന്നുമില്ല. ലോകത്ത് ഇതപര്യന്തമുള്ള മാനവ ചരിത്രത്തിൽ ആധിപത്യം നേടിയ ഒരു ഘട്ടത്തിൽ ആധിപത്യം നേടിയ മുതലാളിത്തം, അത് ലോകത്തെവിടെയുമുള്ള അധ്വാനിക്കുന്ന മനുഷ്യരുടെ ചോരയൂറ്റി കുടിച്ച് വളരുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥയാണ്, അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ സിസ്റ്റമാണ്. അത് കണ്ണിൽ ചോരയില്ലാതെ പ്രവർത്തിക്കുന്ന ഒന്നാണ്. അധ്വാനിക്കുന്നവർക്ക് ഭക്ഷണം മാത്രം നൽകുകയും ബാക്കി വിശ്രമിക്കാൻ പോലും സമയമില്ലാതെ പണിയെടുപ്പിച്ച് ലാഭമുണ്ടാക്കുക, അങ്ങനെയാണത് പ്രവർത്തിച്ചിരുന്നത്.
CPI സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ അഡ്വക്കേറ്റ് VS സുനിൽകുമാർ, KP സന്ദീപ്, ഷീന പറയങ്ങാട്ടിൽ, CR മുരളീധരൻ, KM കിഷോർ കുമാർ, MV സുരേഷ്, AK അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. സെക്രട്ടറിയായി അഡ്വക്കേറ്റ് PR ഷീനോയ്, അസിസ്റ്റന്റ് സെക്രട്ടറിയായി PM മധുലാൽ എന്നിവരെ തെരഞ്ഞെടുത്തു. പഴുവിൽ വിശുദ്ധ അന്തോണീസിന്റെ തീർത്ഥകേന്ദ്രത്തിലെ ഊട്ടുതിരുനാൾ ആഘോഷിച്ചു. ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് തൃശൂർ അതിരൂപത അസിസ്റ്റന്റ് ഫിനാൻസ് ഓഫീസർ ഫാദർ സാജൻ വടക്കൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ, ഫാദർ ഷിംജോ എന്നിവർ സഹകാർമ്മികത്വം വഹിച്ചു. രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഉച്ചയ്ക്ക് 2 വരെ നേർച്ചൂട്ട് നടന്നു. വൈകിട്ട് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം തീർത്ഥകേന്ദ്രത്തിൽ നിന്ന് പ്രദക്ഷിണം ആരംഭിച്ച് ഇടവക പള്ളിയിൽ സമാപിച്ചു. പ്രദർശനത്തിന് ശേഷം വർണ്ണമഴയും ബാൻഡ് വാദ്യവും ഉണ്ടായിരുന്നു. പഴുവിൽ ഫൊറോന വികാരി ഫാദർ ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂർ, അസിസ്റ്റന്റ് വികാരി ഫാദർ ഡേവിസ് പുൽകോട്ടിൽ, ട്രസ്റ്റിമാരായ ടിൻഡോ ജോസ്, ഡിനോ ദേവസി, ആൻഡോ മേക്കാട്ടുകുളം, അനിൽ ആന്റണി, തിരുനാൾ ജനറൽ കൺവീനർ ആന്റൺ വർഗീസ്, വിവിധ കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. കോതകുളം ബീച്ച് പാതാട്ട് ശ്രീ ഭുവനേശ്വരി ഭദ്രകാളി വിശ്വമായ ക്ഷേത്രത്തിൽ ഉത്സവം ആഘോഷിച്ചു. വിശേഷാൽ പൂജകൾ, ചീവേലി എഴുന്നള്ളിപ്പ്, പന്തിരടി പൂജ, വീരഭദ്രസ്വാമിക്കും ഗണ്ഡകർണസ്വാമിക്കും രൂപക്കളം, ഉച്ചയ്ക്ക് പ്രസാദോട്ട്, വൈകിട്ട് പകൽപൂരം, കാവടി, ശിങ്കാരിമേളം, ദീപാരാധന, നിർമ്മാല, ചുറ്റുവിളക്ക്, വർണ്ണമഴ, രാത്രി തായമ്പക, കേളി, തുടർന്ന് ശ്രീ ഭദ്രകാളി ദേവിക്ക് രൂപക്കളം, ഗുരുതി തർപ്പണം എന്നിവയും നടന്നു. ക്ഷേത്രം തന്ത്രി ദാസൻ സ്വാമി മുഖ്യ കാർമ്മികനായി. നാഷണൽ കിക്ക് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ സംസ്ഥാന തലത്തിലും നാഷണൽ തലത്തിലും ഗോൾഡ് മെഡൽ നേടിയ പാതാട്ട് കുടുംബാംഗമായ അനന്തപത്മനാഭനെ ക്ഷേത്രം രക്ഷാധികാരി സുഭാഷ് ചന്ദ്ര മാസ്റ്റർ ആദരിച്ചു. ക്ഷേത്രം ഭാരവാഹികളായ PK സുഭാഷ് ചന്ദ്രൻ, PK മോഹനൻ, രഞ്ജിത്ത് PB, PK യതീന്ദ്രദാസ്, ജയ്സിംഗ്, നിഖിൽ, സദാനന്ദൻ, സിന്ധു അനിലൻ എന്നിവർ നേതൃത്വം നൽകി. നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു.
മാപ്പിള കലകളുടെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഇശൽ തീരം മാപ്പിള കലാസാഹിത്യവേദി തൃശൂരിന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ മാപ്പിളപ്പാട്ട് പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു. തളിക്കുളം പുതിയങ്ങാടി മോഡൽ സ്കൂളിൽ വെച്ച് നടന്ന ക്യാമ്പ് മുൻ MP TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. മഹാകവി മോയിൻകുട്ടി വൈദ്യർ മാപ്പിള കലാ കലാ അധ്യാപകനായ ഫൈസൽ കന്മനം ക്യാമ്പിന് നേതൃത്വം നൽകി. ഇശൽ തീരം പ്രസിഡന്റ് ആരിഫ് അബ്ദുൽ ഖാദർ അധ്യക്ഷനായി. സെക്രട്ടറി ഷാജി CA മുഹമ്മദ് റഷീദ്, അറബിക് മുൻഷീസ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് AA ജാഫർ, സിദ്ദി നാലകത്ത് യൂസഫ് അലി, സൈനുദ്ദീൻ, സംഗീത അധ്യാപകൻ സുനിൽ, PM അബ്ദുൽ ജബ്ബാർ, ഉമ്മർ പഴുവിൽ, ഹംസ പന്തായി എന്നിവർ സംസാരിച്ചു. ഈ 7 വയസ്സ് മുതൽ അങ്ങോട്ടുള്ള അവർക്ക് ജന്മം നൽകിയ മാതാപിതാക്കൾ ഉൾപ്പെടെയുള്ള ഈ കൊച്ചു കലാകാരന്മാരും കലാകാരികളും ഒക്കെ അവതരിപ്പിക്കുന്ന പരിപാടി ഇതിലൂടെ കടന്നു വരുമ്പോൾ നാളെ ലോകമറിയപ്പെടുന്ന ഗായികമാരും ഗായകന്മാരും ഈ കൂട്ടത്തിൽ ഉണ്ടാകും എന്ന കാര്യത്തിൽ തർക്കമില്ല. പെരിങ്ങോട്ടുകര കിഴക്കുമുറി പള്ളത്ത് പുഷ്പാങ്കത്തിന്റെ ഭാര്യ കനകം അന്തരിച്ചു. 79 വയസ്സായിരുന്നു. തൃശൂർ ജില്ലാ ഫാർമസി സ്റ്റോർ വെരിഫിക്കേഷൻ ഓഫീസറായിരുന്നു. മക്കൾ പ്രകാശ് പള്ളത്ത്, അധ്യാപകൻ, തൃപ്പയാർ ഗസ്റ്റാൾട്ട് അക്കാദമി, നിഷ. മരുമക്കൾ സൗമ്യ, ഷാജി ശങ്കർ. സംസ്കാരം തിങ്കളാഴ്ച വൈകിട്ട് വീട്ടുവളപ്പിൽ നടത്തി. മണലൂർ കന്നിയിൽ താമരപ്പള്ളി മനയിൽ KT നീലകണ്ഠൻ നമ്പൂതിരി അന്തരിച്ചു. 81 വയസ്സായിരുന്നു. KCB മുൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ ആയിരുന്നു. ഭാര്യ ആര്യാദേവി അന്തർജനം, ഗീത കൃഷ്ണകുമാർ, ജ്യോതി, സിന്ധു എന്നിവർ മക്കളാണ്. മരുമക്കൾ കേശവൻ, സിന്ധു കൃഷ്ണകുമാർ, മനോജ്, സുനിൽ. സംസ്കാര കർമ്മം തിങ്കളാഴ്ച വൈകിട്ട് 5 മണിക്ക് വീട്ടുവളപ്പിൽ നടത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയ പ്രതിയെ മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തു. ചിറക്കൽ കൊറ്റങ്കോട് റോഡ് ടാറിംഗ് പ്രവൃത്തികൾ പൂർത്തീകരിച്ച് നാടിന് സമർപ്പിച്ചു. കാരമുക്കിലെ പലചരക്ക് കട കുത്തിത്തുറന്ന് മോഷണ ശ്രമം. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.